ലാൻഡ് ടെക്കീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫോണിൽ പ്രധാനപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു കാര്യമാണ് പ്ലേ സ്റ്റോർ എന്നുള്ളത്. കാരണം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ പ്ലേ സ്റ്റോർ അത്യാവശ്യമാണ്. കൂടാതെ നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് നിറയുന്നതിനും വളരെയധികം കാരണമാകുന്ന ഒരു ആപ്പാണ് പ്ലേ സ്റ്റോർ. ഇതിനുള്ളൊരു പരിഹാരം പ്ലേ സ്റ്റോറിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. പ്ലേ സ്റ്റോറിൽ സെറ്റിങ്സ് എടുത്തതിന് ശേഷം അതിൽ ജനറൽ എന്ന സെറ്റിങ്സിൽ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഓട്ടോമാറ്റിക്കലി ആർക്കൈവ് ആപ്സ്. ഈ ആർക്കൈവ് ആപ്സ് നിങ്ങൾ എനേബിൾ ചെയ്യണം. അതുപോലെ തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ഒപ്റ്റിമൈസേഷൻസ് ഓണായി കിടക്കുകയാണെങ്കിൽ അത് ഓഫാക്കി വെക്കുക. നിങ്ങൾ എന്തെങ്കിലും ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ആഡ്സ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന വിഷയത്തിനനുസരിച്ച് കൊണ്ട് വരുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നതാണ് അർത്ഥം. ഇതിന് പ്രധാന കാരണം പ്ലേ സ്റ്റോറാണ്. പ്ലേ സ്റ്റോറിൻ്റെ സെറ്റിങ്സ് എടുത്തുകൊണ്ട് അതിൽ ക്ലിയർ ഡിവൈസ് സെർച്ചിങ് ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷന് ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ വിഷ് ലിസ്റ്റും ക്ലിയർ ചെയ്യണം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ സെറ്റിങ്സിൽ താഴെ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ പ്ലേ ഇൻസ്റ്റാൻ്റ് എന്ന് കാണിക്കും. അതെടുത്തുകൊണ്ട് അതിൽ അപ്ഗ്രേഡ് വെബ് ലിങ്ക്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അത് ഓണാക്കി വെക്കേണ്ടതാണ്. ഫോണിൽ മാൽവെയർസിനെ തൊട്ട് സൂക്ഷിക്കണമെങ്കിൽ നാം ഏവരും പ്ലേ സ്റ്റോറിൽ ഇതിൻ്റെ ഡെവലപ്പർ ഓപ്ഷൻസ് നമ്മൾ ഓണാക്കണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൻ്റെ വെർഷൻസ് ഒരു 7 പ്രാവശ്യം നമ്മൾ അമർത്തിക്കൊണ്ട് അതിൻ്റെ ഡെവലപ്പർ ഓപ്ഷൻസ് നമുക്ക് ഓണാക്കാൻ കഴിയും. നമ്മൾ സാധാരണ സെറ്റിങ്സിൽ ഓണാക്കുന്നത് പോലെ തന്നെയാണ്. എവിടെയും അങ്ങനെ പ്രത്യേകമായിട്ടുള്ള മറ്റുള്ളൊരു കാര്യമില്ല. അങ്ങനെ ഇത് ഓണാക്കിയതിന് ശേഷം നിങ്ങൾക്കതിൻ്റെ ജനറൽ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അത് താഴെ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡെവലപ്പർ ഓപ്ഷൻസ് കാണിക്കാൻ കഴിയും. ഈ ഡെവലപ്പർ ഓപ്ഷൻസിൽ ആദ്യമായി തന്നെ ഇൻറ്റേർണൽ ആപ്പ് ഷെയറിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. ഇത് ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിലേക്ക് ഒരു ടെസ്റ്റ് എന്ന രൂപത്തിൽ ഓട്ടോമാറ്റിക്കായി കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു ഫീച്ചർ നിങ്ങൾ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ ഒരു ഫീച്ചർ നമ്മുടെ ഫോണിൽ പ്രധാനമായിട്ടും പ്ലേ സ്റ്റോർ ആണല്ലോ നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷൻസിൻ്റെ കാര്യമെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു ഹാംഫുൾ ആപ്പ് ഫോണ്ട് എന്നുള്ള ഓപ്ഷൻസിൽ നിങ്ങൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മാൽവേഴ്സ് മറ്റും ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി കൊണ്ട് തന്നെ അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരമായിട്ടുണ്ടാകും. ഉപകാരമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രം എൻ്റെ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ பார்க்கலாம்.